പ്രൈസ് ഗോഡ്. നമ്മൾ ഈ 50 നോയമ്പിൻ്റെയും ഈസ്റ്ററിൻ്റെയും മാത്രം പോരാ ഈശോയുടെ പീഡാനുഭവ ഉത്ഥാന രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കാൻ. കാരണം എല്ലാ ദിവസവും നമുക്ക് ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ എത്രയും നല്ലതാണ്. കാരണം വിശുദ്ധ ബൊനവെന്തേരോ ഇപ്രകാരം പറയുന്നുണ്ട്: പുണ്യതയിൽ വളരാൻ, കൃപയിൽ മുന്നേറാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി തുടർച്ചയായി ധ്യാനിക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ തന്നെ ആത്മാവിൻ്റെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അങ്ങനെ നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെപ്പറ്റി ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ധ്യാനിക്കാൻ ശ്രമിക്കണം. അതുപോലെ ഒരു ദിവസം വിശുദ്ധ ജമ്മാഗിലാനി ഈശോയോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: എൻ്റെ പ്രിയ ഈശോ, നീ എന്തിനാ എനിക്ക് വേണ്ടി ഇത്രയും സഹിച്ചെന്ന്. അപ്പോൾ ഈശോ പറയുന്നൊരു വാക്കുണ്ട്: സ്നേഹിക്കാൻ. എത്ര മധുരമായ റിപ്ലൈ അല്ലേ ഈശോ കൊടുത്തത്. കാരണം ഓരോ തവണ ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പം, അല്ലെങ്കിൽ ആ മുൾക്കിരീടത്തിലേക്ക് നോക്കുമ്പം, അല്ലെങ്കിൽ ആണിപ്പഴുതുകളിലേക്ക് നോക്കുമ്പം, അല്ലെങ്കിൽ ആ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നോക്കുമ്പം, ഇതെല്ലാം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നമുക്ക് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് വഴി നമുക്ക് ഈശോയുടെ ഒരു കൂടുതൽ ബന്ധത്തിലാകാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്നെ എൻ്റെ പൂർണ്ണ ബലഹീനതകളോടെയും എൻ്റെ ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന പൂർണ്ണ സ്നേഹത്തോടു കൂടിയും എൻ്റെ അപ്പന് എനിക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നെ വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പീഡാനുഭവ രഹസ്യങ്ങളിൽ കൂടി ശുദ്ധരാക്കപ്പെടും. കാരണം നമുക്ക് പുറകിലേക്ക് ചിന്തിക്കുമ്പം ഇന്നത്തെ ഞാനല്ലായിരിക്കും നാളെ. അത്രയ്ക്ക് ചേഞ്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സാധിക്കുമ്പോൾ എല്ലാം ഈശോയുടെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കാൻ ശ്രമിക്കണം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.